നമസ്കാരം. കിഫ്ബിയും ഐസക്കിന്റെ അത്ഭുത വിളക്കും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കുറെ ദിവസമായി നിയമസഭയിലും പുറത്തും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും ഭരണപക്ഷവും പറഞ്ഞു നടക്കുന്ന ഒരു മന്ത്രമായിരുന്നു കിഫ്ബി. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മാന്ത്രിക ഗുഹാവാതിൽ തുറക്കാനുള്ള മന്ത്രം. കിഫ്ബി എന്നാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. സംഗതി സിമ്പിൾ. റോഡും പാലവും മറ്റും കെട്ടാൻ പണം വേണം. കേരളത്തിൻ്റെ ഓട്ടക്കീശയിൽ അതിന് കാശെവിടെ? കിട്ടുന്ന റവന്യൂ വരുമാനം ശമ്പളത്തിനും പെൻഷനും മറ്റ് ബജറ്റ് ചെലവുകൾക്കും തന്നെ തികയാതെ കമ്മിയിലാണ് പോക്ക്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ കടം എടുക്കുകയേ മാർഗമുള്ളൂ. ADB, ലോകബാങ്ക് ഇത്യാദി പണത്തിന് നമ്മൾ പ്രത്യയശാസ്ത്രപരമായി എതിരാണ്. മാത്രമല്ല, നമ്മുടെ അടുക്കള വരെ പരിശോധിക്കാൻ അവന്മാർ വരും. പിന്നെ ബോണ്ട് വഴി പണവിപണിയിൽ നിന്ന് കടം എടുക്കാം. ഇങ്ങനെ 50,000 കോടി സമാഹരിക്കാനാണ് കിഫ്ബി. വല്ലത് മനസ്സിലായ? ഐസക് പൈസ വരുത്താൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അത്യന്താപേക്ഷിതമായതുകൊണ്ട് സർക്കാർ ഒരു പുതിയ ധനസമാഹരണത്തിന് സ്ഥാപനത്തെ കൊണ്ടുവരുന്നു. അവരെന്തിന് പണം തരണം? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തരും? എൻ്റെ ഒരാളുടെയും മോഹം കണ്ടുകൊണ്ട് മാത്രം മാർക്കറ്റ് പൈസ തരത്തില്ല. ആരെങ്കിലും പോയിട്ട് കൈ നീട്ടിയ പണമൊന്നും തരത്തില്ല. സ്വകാര്യ ബിസിനസ്മാൻ ആണെങ്കിൽ അയാളുടെ ക്രെഡിബിലിറ്റി ഉണ്ട്. നമ്മുടെ സർക്കാരിന്റെ ക്രെഡിബിലിറ്റി എവിടെ കിടക്കുന്നത്? 14,000 കോടി കമ്മിയിലാണ് കിടക്കുന്നത്. സർക്കാർ ഇത് പുട്ടടിച്ചിട്ടില്ല, ഇത് കൊണ്ടുപോയിട്ടില്ല. ഇത് എന്ത് കാര്യത്തിനാണോ പണം മേടിച്ചത് അതിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പൈസ വരുന്ന വഴി പിടികിട്ടി. അവർ പണം തന്നാൽ നല്ലത്. പൈസ എവിടെ നിന്ന് വരും എന്ന ചോദ്യത്തിന് കിഫ്ബിയിൽ നിന്നും നൈസായി വരും എന്ന് ഐസക് മറുപടി പറഞ്ഞുവെങ്കിലും ഈ പണത്തിൻ്റെ തിരിച്ചടവ് കൈസ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. കിഫ്ബി ബിൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പാസാക്കാൻ കൈ പൊക്കിയെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ സംശയം തീർന്ന മട്ടില്ല. ഗവൺമെൻറ് കച്ചവടം ചെയ്യല്ലോ, നികുതി കെട്ടിയിട്ട് വേണ്ടേ വരുമാനം ഉണ്ടാക്കണേ. ഇതെങ്ങനെ ഫീസിബിളാവും? വലിയൊരു എമൗണ്ട് ഉണ്ട് തിരിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ. നികുതി വരുമാനത്തിൽ നിന്നല്ലാതെ വേറെ എവിടുന്ന് കൊടുക്കും? 50,000 കോടിയിലധികം രൂപ അങ്ങ് വായ്പ എടുക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ആര് തിരിച്ചടയ്ക്കും? 5-ാം വർഷം എത്തുമ്പോൾ, ഇന്നത്തേക്ക് 6-ാം വർഷം എത്തുമ്പോൾ റവന്യൂ മിച്ചമുള്ള സംസ്ഥാനമാകും, അന്ന് തിരിച്ചടക്കും. ഇപ്പോൾ ഉത്തരായി. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി തുടരില്ല. പോലെ ടാക്സ് ഒന്നും കിട്ടിയിട്ടില്ല, നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല, അത്ര എന്താ പറയുക അൺപോപ്പുലർ മെഷേഴ്സ് ഒന്നും ഇപ്പം ഇല്ല. പക്ഷേ വരും വർഷങ്ങളിൽ അതുണ്ടാവും, കാത്തിരുന്നോ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. കാലമുത്ത് മാറിടണം, കൊടികൾ കൂടെ വേണം, നാട്ടുകാർ നോക്കി നിൽക്കേ മിന്നലായി പാഞ്ഞിടണം. തോമസ് ഐസക് മലർപ്പൊടിക്കാരനാണെന്ന് പ്രതിപക്ഷം എങ്ങനെ സംശയിക്കാതിരിക്കും? സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി 14,000 കോടി രൂപയുടെ കമ്മിയാക്കിയാണ് നമ്മൾ ഇറങ്ങിപ്പോയത്. GST എന്ന ചരക്ക് സേവന നികുതി ഭാഗ്യവും പൈസയും കൊണ്ടുവരുമെന്നാണ് ധനമന്ത്രിയുടെ പുതിയ പ്രതീക്ഷ. അപ്പോൾ 5 വർഷം കൊണ്ട് കമ്മി കുറച്ച് അവസാന വർഷം മിച്ച സംസ്ഥാനമാക്കുമ്പോൾ പൈസ വസൂൽ. പ്രതിപക്ഷ നേതാവേ, ഒരു 10 വർഷക്കാലം ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ റവന്യൂ കമ്മി കുറഞ്ഞു വന്നോ? ഒന്നും കൂടി ആഞ്ഞു പിടിച്ചാൽ അത് മിച്ചമാവേണ്ടതാ. ഈ 5 വർഷം കൊണ്ട് മുഴുവൻ മുകളിലോട്ട് കയറ്റിയില്ലേ പിന്നെ? എന്നിട്ട് അങ്ങ് പറയണത് ഞങ്ങളിത് കുളമാക്കിയിട്ടുണ്ട്, ഇനി 5 വർഷം നിങ്ങൾ അവിടെ കിടന്ന് വരയ്ക്കില്ല, ഞങ്ങൾ 5 വർഷം കൊണ്ട് നേരെയാക്കും, എന്നിട്ട് ഇപ്പോഴേ കടം മേടിച്ച് നാട്ടിൽ കാര്യങ്ങൾ ചെയ്യും. നെഞ്ചിനുള്ളിൽ ആശയുണ്ടേ, ആ വഴികൾ തേടിടണം, തെരുവതിയോളമുണ്ടേ, കുടുമതിലിമ്പമുണ്ടേ. ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇനിയും പ്രതിപക്ഷത്തിൻ്റെ സംശയം തീർന്നില്ലേ? എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ.
അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലൊരു കിഫ്ബി വിളക്ക് തോമസ് ഐസക്കിൻ്റെ കൈവശമുണ്ട്. അത് കാട്ടിയാൽ എല്ലാം ശരിയാവും. 2016 അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. എൻ്റെ കയ്യിൽ ഒരു അത്ഭുത വിളക്കുണ്ട്, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കും? അദ്ദേഹത്തിന്റെ കയ്യിൽ അലാവുദ്ദീന്റെ ഒരു അത്ഭുത വിളക്ക് ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ വാദം ശരിയാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ജനങ്ങളെ തലക്ക് എന്താണ് ഒരു ഡെമോക്രസിന്റെ വാള് തൂങ്ങുന്നുണ്ട്, ആ വാള് എന്താണ് എന്ന് അധികം വൈകാതെ മനസ്സിലാവും. പൈസ 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 ലൈഫിൽ വന്ന നൈസ. നമ്മുടെ ധനമന്ത്രി ഭാവനാസമ്പന്നനാണ്. കിഫ്ബിയും അത്ഭുത വിളക്കും നല്ല ഭാവന തന്നെ. പണ്ട് ഡാമുകളിൽ നിന്ന് മണൽ വാരി നമ്മുടെ മണൽ ക്ഷാമവും പണം ക്ഷാമവും മാറാൻ പ്രഖ്യാപിച്ച പരിപാടി പോലെ ആവരുത് ഇത്. മണൽ ഇപ്പോഴും ഡാമുകളിൽ തന്നെ കിടപ്പുണ്ട്. CPI മന്ത്രിമാർ മണ്ടന്മാരെന്ന് MM മണി. മണ്ടത്തരത്തിന് ലോക റെക്കോർഡിട്ടവരാണ് MM മണിയും EP ജയരാജനുമെന്ന് തിരിച്ചടിച്ച് CPI. ഹൈറേഞ്ചിൽ പണ്ടേ ഉള്ള CPM-CPI തർക്കത്തിന് മണി ആശാൻ വീണ്ടും വഴിമരുന്നിട്ടിരിക്കുകയാണ്. മറുപടിയുമായി CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമനും. പട്ടയവും ഭൂമി പ്രശ്നവും ഇടുക്കിയുടെ ജീവൽ പ്രശ്നമാണ്. ഇതിൽ തൊട്ടുകളിക്കാൻ വന്നാൽ വരുന്നവരുടെ കാൽ വെട്ടുമെന്ന് പണ്ട് VS-നോട് വരെ പറഞ്ഞയാളാണ് മണിയാശാൻ. വീണ്ടും ചൊറിയാൻ റവന്യൂ വകുപ്പ് വന്നാൽ മണിയാശാൻ വിടുമോ? ഇവിടുത്തെ ഈ ഇടുക്കി ജില്ലയിലെ ഭൂമി എന്നൊന്നും പറഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത കുറേ ആളുകളാണ്. നമ്മൾ മുഴുവൻ പട്ടയഭൂമിയിലാണ് ജീവിക്കുന്നതെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരുതരം കുശുമ്പാണ്. ഒരാൾ നല്ലത് ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയാത്തൊരു മാനസിക അവസ്ഥയിലാണ് ഇപ്പോൾ MM മണി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. തമാശ പറയില്ല, ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു റവന്യൂ മന്ത്രി. അപ്പം പുള്ളി ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ മുഴുവൻ പട്ടയഭൂമിയാണ്. ഞാൻ പറഞ്ഞത് വിവരക്കേട് പറഞ്ഞേക്കരുത് എവിടെയെങ്കിലും ചെന്നെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ നമ്മൾ എന്നാ പറയാനാ? അതാണ് പ്രശ്നം. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് മാർക്കിടാനുള്ള ജോലി MM മണി ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ മന്ത്രിസഭയെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, പിണറായി വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയേണ്ടയാൾ. എന്തും വിളിച്ചു പറയാനുള്ള അവകാശം MM മണിക്ക് CPM നേതൃത്വം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അയാൾക്ക് കാസർകോട്ടെ കാര്യം അറിയുള്ളൂ, ഒന്നും അറിയില്ല. ഇനിയെല്ലാം ശരിയാക്കി എടുക്കണം നമുക്ക്. മാർക്കറ്റിൽ പെരുമാറുന്ന പോലെ ഇവിടെ പെരുമാറരുത്. യു ആർ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്. തറവാട്ടുകാർക്ക് ചേരാത്തൊരു വേഷവും അവന്റെ ഒരു സംസാരവും. ഇവരെല്ലാം വിശ്വവിജ്ഞാന കോശങ്ങളാണ് എന്ന് സ്വയം നടിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന രീതി തന്നെ ഒട്ടും ശരിയുള്ള കാര്യമല്ല. MM മണി ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ആ നിലവാരത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പരിശോധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. വേറെ വഴിയില്ല. നമ്മൾ നിലപാടെടുത്താൽ കാര്യങ്ങൾ ശരിയായിക്കോളൂ. മാസം 5 ആയുള്ളൂ. ബാക്കി കാര്യവും നമുക്ക് നോക്കാമെന്നാണ് അത് സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചന്ദ്രശേഖരൻ കാസർഗോഡുകാരനാണ് എന്ന കാര്യം ശരിയാണ്. MM മണി ഇടുക്കിക്കാരനാണ് എന്നതുപോലെ തന്നെ. എന്നാൽ കാസർഗോഡുകാരനായതുകൊണ്ട് ജില്ലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നും മണ്ടത്തരങ്ങൾ മാത്രമേ പറയൂ എന്നും MM മണിയെപ്പോലെ ഒരാൾ പറയുമ്പോൾ അതിന് മണ്ടത്തരങ്ങൾ പറയുമെന്ന കാര്യത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് MM മണിയും EP ജയരാജനെ പോലുള്ളവരാണ്. അത്തരം മണ്ടത്തരങ്ങളൊന്നും ചന്ദ്രശേഖരന്റെ ഭാഗത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ഒരാൾ പറയാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴും MM മണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും MM മണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 8 വില്ലേജില് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുക. പണ്ട് 2010 നമ്മുടെ ഗവൺമെൻറ് ഉള്ളപ്പം കോടതിയിൽ ഒരു പരാമർശനം വന്നു. അതാണ് ഒരു ഇതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ. ഉമ്മൻചാണ്ടി അത് നടപ്പിലാക്കിയില്ല. നമ്മൾ നടപ്പിലാക്കി. നമ്മൾ വന്നു കഴിഞ്ഞ് നടപ്പിലാക്കിയെന്ന് പറഞ്ഞാൽ റവന്യൂ മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ പണി ചെയ്യിച്ചിരിക്കുന്നത്.
അതെല്ലാം വളരെ ഈ അടുത്ത ദിവസം ചർച്ച ചെയ്തപ്പം വ്യക്തമായി കഴിഞ്ഞിരിക്കുക. ഇടുക്കി ജില്ലയിലെ സങ്കീർണങ്ങളായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ചന്ദ്രശേഖരൻ ആരംഭിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് MM മണിക്കും അറിവുള്ള കാര്യമാണ്. റവന്യൂ മന്ത്രിയെ മാത്രമല്ല കൃഷി മന്ത്രിയെയും മണി ആശാൻ വെറുതെ വിടുന്നില്ല. കർഷക സംഘം ജില്ലാ സമ്മേളനത്തിൽ പിന്നെ കൃഷിയെക്കുറിച്ച് സംസാരിക്കാതെ പോകുന്നത് എങ്ങനെ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാർഷിക രംഗത്ത് പിന്നെ കൃഷി രംഗത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. കൃഷിക്കാരുടെ ഉൽപ്പന്നത്തിൻ്റെയും വിലയിടിപ്പിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ട്. മണി പറയുന്നതും മന്ത്രിമാർ ചെയ്യുന്നതും നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ കൃഷിക്കാരുടെയും പൊതുസമൂഹത്തിൻ്റെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ മന്ത്രിയാണ് സഖാവ് VS സുനിൽകുമാർ. സുനിൽകുമാറിൻ്റെ ഇടപെടലുകളെക്കുറിച്ച്, കൃഷി വകുപ്പ് രൂപം കൊടുത്തിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് കേരളം ആകെ ആവേശപൂർവ്വം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മന്ത്രിക്കെതിരെ MN മണി എന്ന് പറയുന്ന നേതാവ് ഇത്തരം വില കുറഞ്ഞ ആക്ഷേപങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയേണ്ടതുണ്ട്. കൃഷിക്കാരെ ഫലപ്രദമായി നമുക്ക് അണിനിരത്തണം. നമ്മളിവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് നെടുങ്കണ്ടത്തൊരു മുന്നേറ്റം നമ്മൾ നടത്തിയത്. ഒരു കർഷക കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചു. സാമാന്യം വിജയകരമായ ഒരു പരിപാടിയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി എടുക്കുന്ന പൊതു നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് CPIയുടെയും CPMൻ്റെയും മന്ത്രിമാർ പ്രവർത്തിക്കുന്നത്. അതിന് വിരുദ്ധമായ നടപടികൾ ഏതെങ്കിലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അപ്പോൾ തന്നെ നേതൃത്വത്തിന് ഇടപെടലുണ്ടാകും. അങ്ങനെയാണല്ലോ EP ജയരാജൻ മന്ത്രിസഭയിൽ പുറത്തു പോയത്. കുഴപ്പമുണ്ടാക്കിയത് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിങ്ങൾക്കറിയാം, കുഴപ്പമുണ്ടാക്കിയത് CPI മന്ത്രിമാരാരുമല്ല. അപ്പുറത്തൊരാൾ കുഴപ്പമുണ്ടാക്കി പുറത്തു പോകേണ്ടി വന്നു. അദ്ദേഹം മണിയെപ്പോലെ തന്നെ വർത്തമാനം പറയുന്ന ആളാണെന്ന കാര്യം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുടിയേറ്റ കർഷകരുടെ രാഷ്ട്രീയം പറഞ്ഞതാണ് ഇടതുമുന്നണി ഇടുക്കിയിൽ നേടിയ വിജയത്തിന് പിന്നിൽ. പശ്ചിമഘട്ടവും വനവും കയ്യേറ്റക്കാരിൽ നിന്ന് രക്ഷിക്കപ്പെടണമെന്ന പരിസ്ഥിതിയുടെ രാഷ്ട്രീയം കൂടി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറക്കാതിരുന്നാൽ നന്ന്. സർക്കസ് കലയാണോ കായിക ഇനമാണോ എന്ന് ചോദിച്ചാൽ രണ്ട് ചേരിയിലും പെടുത്തിയിരുന്നില്ല എന്ന് പറയേണ്ടി വരും. സർക്കസ് ഒരു കലയാണെന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. കായിക കല. EP ജയരാജൻ ഒഴിഞ്ഞതോടെ കായിക വകുപ്പിന് ഇപ്പോൾ മുഴുവൻ സമയ മന്ത്രി ഇല്ലാത്തതുകൊണ്ടാകും പകരം കലയുടെ മന്ത്രിയെ സർക്കസ് പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. സർക്കസിനെയും സർക്കസ് കലാകാരന്മാരെയും ഇതുവരെ സർക്കാരുകൾ അവഗണിച്ചതിൽ ബാലൻ മന്ത്രിക്ക് കുറ്റബോധമുണ്ട്. പ്രിയമുള്ള നാട്ടുകാരെ, സർക്കസ് ഒരു കലയാണ്. അതുകൊണ്ട് തന്നെ സർക്കസുകാരൻ ഒരു കലാകാരനും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനത്തോട് തുടങ്ങട്ടെ ടമാർ പണ. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ലജ്ജിച്ച് തലതാട്ടേണ്ടുന്ന ഒരു രംഗമായിട്ടാണ് ഇത് സർക്കസ് കലാകാരൻ. ഏതെങ്കിലും ഒരു സർക്കസ് കലാകാരനെയോ കലാകാരിയെയോ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ പത്മ അവാർഡ് കിട്ടിയ ഏതെങ്കിലും സർക്കസ് കലാകാരനെ ഓർക്കുന്നുണ്ടോ? ജുംബ 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 ജുംബ. അക്ഷരാർത്ഥത്തിൽ ജീവൻ പണയം വെച്ച് കലാരംഗത്ത് വരുന്ന ഈ കലാകാരന്മാർ സമൂഹം, ഞാനടക്കമുള്ള സമൂഹം വേണ്ടത്ര റെക്കഗ്നീഷൻ, അംഗീകാരം കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് കുറ്റബോധത്താൽ ഞാൻ ഈ അവസരത്തിൽ തല താഴ്ത്തുകയാണ്. Jam chakam, kichakam, 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 jam chakam, kichakam, kichakam, chachak kichakam.
അടിപൊളി. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. രാജേട്ടൻ്റെ കന്നി വോക്കൗട്ട്. ഇടവേളയ്ക്ക് ശേഷം സാർ ഈ കാര്യത്തിലൊരു വാക്കൗട്ട് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. മുന്നോട്ട് പോകുന്ന ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്തുന്നു. നമസ്കാരം. അച്ഛൻ പോവാണ് മക്കളെ.